അപ്പോൾ നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് ചെമ്മീൻ ബിരിയാണി അമ്മ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ വെച്ചാണ് അത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് കിടക്കാം. ഇത്രയാണ് ചെമ്മീൻ കേട്ടോ. ഏറ്റവും വലിയ കശുവണ്ടിയൊക്കെ വറുക്കാൻ പോവാണ്. ആദ്യം തന്നെ അതിന് വേണ്ടി നെയ്യ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇത്ര ഒഴിക്കണം. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും ആകുമ്പോഴത്തേക്കും നമുക്ക് നെയ്യ് ഉരുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിവിടെയൊക്കെ നെയ്യ് കിടപ്പുണ്ട്. നമ്മ കശുവണ്ടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കശുവണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം കശുവണ്ടി വറുത്ത് കിട്ടുമ്പോഴത്തേക്കും നമ്മളത് ഒരു പാത്രത്തിലിട്ട് മാറ്റുക. ഇനി മാറ്റിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സമയം നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഇതേപോലെ ശരിയാകുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇളക്കുക. റെഡിയായി കഴിയുമ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം കൂടെ അത് ഇളക്കണം. ഇത് റെഡിയാവാറായിട്ടുണ്ട്. റെഡിയായി വന്നിട്ടുണ്ട്, വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതും ഒരു പാത്രത്തിലായിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാള നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതും മാറ്റിയെടുക്കാം. ഇത് നമ്മുടെ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമ്മളിത് കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് കറക്റ്റ് പാകമാവാറായിട്ടുണ്ട്. പാകമാകാൻ സമയമാകുമ്പോഴത്തേക്കും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം ഇത്തിരി മുളക് പൊടിയും ഇത്തിരിയുള്ള ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിൽ ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് ഇട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കളറിന് വേണ്ടി കാശ്മീരി ചില്ലി കളറിന് വേണ്ടി കാശ്മീരി ചില്ലി അതും നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ട് ബ്രൗണിഷ് കളറായി വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടെ കറക്റ്റ് ബ്രൗൺ കളർ ആവണം. ഇത് കുറച്ച് വെച്ചേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇത് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ചെമ്മീനാണ് ഇതിൻ്റെ ഉള്ളിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം.
നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് ഇത് തയ്യാറാവാൻ നമ്മൾ കാത്തിരിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കുക. നമ്മൾ ഇതിന് തിളച്ച് വന്നവരെ ഇത് മൂടി വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ സവാള ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇത് നല്ലോണം ഇളക്കി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. കറക്റ്റൊരു ബ്രൗണിഷ് നിറമായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെയ്തതെല്ലാം ഈ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് അരിയുടെ കാര്യങ്ങളാണ്. അരി നമ്മളിവിടെ നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെക്കണം. നേരത്തെ നമ്മൾ വറുത്ത പാത്രത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിൽ വെള്ളം എടുത്താണ് അരി വേവിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്നവരെ കാത്തു നിൽക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഈ മൂടി തുറന്നു നോക്കാൻ പോവാണ്. അപ്പോൾ തിളച്ച് വന്നുള്ളൂ. കുറച്ച് നേരം കൂടെ നമുക്ക് കാത്തിരിക്കാം. വെള്ളം കുറച്ച് തിളച്ചിട്ടുള്ളൂ. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി വേകും. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ആക്കി വേണം അരി ഇടാൻ. അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരി ഇട്ടത് മൂടി വെക്കണം. അതിന് ശേഷം തിളക്കുമ്പോൾ നമുക്ക് ഇവിടെ അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. നമുക്ക് അരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം. നമ്മൾ കുക്കറിലാണ് ദം ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. കുക്കറിലാണ് ദം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യും എണ്ണയും കൂടെ ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്തിരി
ആ വറുത്ത് വെച്ചതിൻ്റെ എണ്ണയും നെയ്യും അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ പക്കത്തോട്ട് വീണ്ടും ഇതിലേക്ക് മഞ്ഞപ്പൊടി വെള്ളവും ഇത്തിരി ഒഴിച്ച് കൊടുക്കാം. അത് അതിനൊരു നിറം കിട്ടാനാണ് ഒഴിച്ചെടുക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ റൈസ് ഉണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിസ്മിസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചെമ്മീൻ, അതിനുശേഷം കിസ്മിസും അണ്ടിപ്പരിപ്പും. ഇത് മുഴുവനും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി വെള്ളം ഇത്തിരി കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മതിയടി. ഉപ്പ് ചേർക്കാനായി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് അത് ഒഴിച്ചു. കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. അതിനി നമുക്ക് ദം ചെയ്യാനായിട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇളക്കി കൊടുക്കാൻ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കമത്തി എടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് പഠിച്ചങ്ങാട്ട് ഇട്ട് കൊടുക്കാം. നമുക്കപ്പോൾ ഈ ബിരിയാണി കുറച്ച് നേരം ചൂടാറ്റാൻ വെക്കാം. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിച്ച് നോക്കാം. എന്നിട്ട് ഫസ്റ്റ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്തിരി കറിയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ചെമ്മീൻ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ. ബൈ ബൈ. ലൈക്ക് സബ്സ്ക്രൈബ് ഇടാൻ മറക്കരുത്.